ഹോളിവുഡിലെ മുൻനിര നായികയാണ് ചാർലീസ് തെറോൺ. ദ ഇറ്റാലിയൻ ജോബ്, ആറ്റോമിക് ബ്ലോണ്ട്, മാഡ് മാക്സ് ഫ്യൂറി റോഡ് തുടങ്ങിയ സിനിമകളിലെ ആക്ഷൻ റോളുകളിലൂടെ ലോകമെങ്ങും നിരവധി ആരാധകരാണ് താരത്തിനുള്ളത്. ബിഗ് സ്ക്രീനിൽ ആക്ഷൻ നായികയായി തിളങ്ങി നിൽക്കുന്ന താരത്തിന്റെ ബാല്യകാലം താരം മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഇരുണ്ട അധ്യായമായിരുന്നു. 1991 ചാർലീസിന് 15 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ അമ്മ അച്ഛനെ വെടിവെച്ചു കൊല്ലുകയായിരുന്നു. ഈ ദുരനുഭവങ്ങൾ ലോകത്തോട് തുറന്നു പറഞ്ഞിരിക്കുകയാണ് താരം. ന്യൂയോർക്ക് ടൈംസിന് നൽകിയ ഒരു അഭിമുഖത്തിലാണ് 50 വയസ്സുകാരിയായ നടി തന്റെ ജീവിതത്തെപ്പറ്റി സംസാരിച്ചത്. പിതാവിന്റെ ഗാർഹിക പീഡനങ്ങൾക്കിരയായിരുന്നു ചാർലീസിന്റെ അമ്മ. ചെറുപ്പത്തിൽ രാത്രികളിൽ അമ്മ തന്നെ എപ്പോഴും സിനിമകൾക്ക് കൊണ്ടുപോകുമായിരുന്നുവെന്ന് ചാർലീസ് പറയുന്നു. ഒരൽപ്പം മുതിർന്ന ശേഷമാണ് അതെന്തുകൊണ്ടായിരുന്നുവെന്ന് മനസ്സിലാക്കുന്നത്. അച്ഛൻ എന്നും അമ്മയെ ഉപദ്രവിക്കുമായിരുന്നു. ജീവിതത്തിലുണ്ടായ അങ്ങനെയൊരു രാത്രിയെ ഒരിക്കലും മറക്കാനാവില്ല. ഞങ്ങളുടെ വീട്ടിലെ എല്ലാ വാതിലുകളും സ്റ്റീൽ ഡോറായിരുന്നു. 2 തെരുവുകൾ അകലെയായിരുന്നു അച്ഛൻ്റെ സഹോദരൻ്റെ വീട്. അച്ഛൻ അവിടെ ഇരുന്ന് മദ്യപിക്കാറുണ്ട്. ഒരിക്കൽ ഞങ്ങൾ അവിടെ പോയി. പോകുന്ന വഴിയിൽ അച്ഛനെയും സഹോദരനെയും മറ്റും ഞാൻ അഭിവാദ്യം ചെയ്തില്ല. ദക്ഷിണാഫ്രിക്കയിൽ മുതിർന്നവരെ ബഹുമാനിക്കുക ഏറെ പ്രധാനമാണ്. അച്ഛനെ ഞാൻ മോശമായി പെരുമാറിയെന്ന് തോന്നി. എന്നോട് പൊട്ടിത്തെറിച്ചു. അന്ന് രാത്രി അമ്മയോട് വിവാഹമോചനം ചെയ്യുകയാവും നല്ലതെന്ന് ഞാൻ പറഞ്ഞു. അച്ഛൻ വീട്ടിൽ വരാറായപ്പോഴേക്കും ഞാൻ ഉറങ്ങിയെന്ന് പറയാൻ അമ്മയോട് പറഞ്ഞു. അച്ഛൻ വാതിൽ പൊളിച്ചാണ് അകത്തേക്ക് വന്നത്. വെടിവെച്ചാണ് വാതിൽ പൊളിച്ചത്. ഞങ്ങളെ കൊല്ലാനുള്ള വരവായിരുന്നു. അമ്മയും ഞാനും ശരീരം ഉപയോഗിച്ചാണ് വാതിൽ തള്ളി പിടിച്ചത്. ലോക്കുണ്ടായിരുന്നില്ല. അയാൾ വെടിവെക്കാൻ തുടങ്ങി. ഒരു വെടിയുണ്ട ദേഹത്ത് കൊണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അവിശ്വസനീയമായി തോന്നിയേക്കാം. വെടിയുണ്ട തീർന്നപ്പോൾ കൂടുതൽ ആയുധങ്ങൾ എടുക്കാൻ അച്ഛൻ പോയപ്പോൾ അമ്മ പിന്നാലെ ചെന്ന് അച്ഛനെ വെടിവെച്ചിട്ടു. ഇതൊരൊറ്റപ്പെട്ട കഥയല്ല. ഈ രാജ്യത്തിലും സ്ത്രീകൾക്ക് മോശമായ അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വരാറുണ്ട്. ആരും അതിനെ ഗൗരവമായി കാണാറില്ല. എൻ്റെ അമ്മ പറഞ്ഞതും ആരും കാര്യമായി എടുത്തിരുന്നില്ല, ചാർലീസ് തെറോൺ പറയുന്നു.